വെൽക്കം ബാക്ക് ടു അസാഹാബ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടെ എന്നെ വിളിക്കുക കേട്ടോ. നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന ഫാബ്രിക് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ ഫാബ്രിക്കിൽ, ഹാൻഡ് വർക്കിൻ്റെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോട്ടൺ റണ്ണിങ് ഫാബ്രിക് ആണ്. ഇത് ഞാൻ അതാ ഒരു കോളറിനൊക്കെ കൊടുത്തിട്ട് ഒരു വൈറ്റ് പലാസോടുകൂടെയാണ് സ്റ്റൈലിങ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു സ്ലിറ്റഡ് ടോപ്പ് പോലെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് എലൈനായിട്ടോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കായിട്ട് ചെയ്യാം. എല്ലാ ടൈപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള കോട്ടൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് തുടങ്ങാം. മോഡാന സിൽക്ക് ഫാബ്രിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ബ്ലാക്ക്, ബ്ലൂ, മെറൂൺ, മസ്റ്റർഡ് യെല്ലോ, അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻ, അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് വനസ്പതി അജ്രക് പ്രിന്റ് എന്ന് പറയും. ആ ഒരു ടൈപ്പ് പ്രിന്റിൽ വന്നേക്കുന്ന മോഡാന സിൽക്ക് ഫാബ്രിക്കുകളാണ്. അടിപൊളിയായിട്ടുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് കാണുന്നത്. നമ്മൾ നോർമലി കാണുന്ന അജ്രക് പ്രിന്റിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ളത് വനസ്പതി അജ്രക് പ്രിന്റ് എന്ന് പറയും. നമ്മൾ ഈ ഒരു ടൈപ്പിലൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്കിൽ കോട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലീഫ് ഡിസൈനിലൊക്കെ. അപ്പൊ അതിന് വനസ്പതി അജ്രക് പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. ആ ഒരു ടൈപ്പിൽ, ആ ഒരു റേഞ്ചിൽ വരുന്ന മോഡാന സിൽക്ക് ഫാബ്രിക്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇതിനകത്ത് 5 ടൈപ്പ് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. 5 ടൈപ്പ് ഡിസൈൻ ഉണ്ട്. അതിനകത്ത് 4 ടൈപ്പ് ഡിസൈൻ കൂട്ടിയാൽ മതി. ഒരെണ്ണത്തിന്റെ ഒരു കളർ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 5 ടൈപ്പ് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഓരോ ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. ഇത് വരുന്ന കണ്ടോ, ഇത് വരുന്ന ഒരു എന്ത് കളറാ, ഒരു പീച്ചിന്റെ ഒരു ഓറഞ്ചും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ്. എന്ത് രസമാണോ കാണാൻ ഇതിന്റെ കളറും ആ ഒരു പ്രിന്റും. ഇത് കണ്ടോ, അടിപൊളിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. മോഡാന സിൽക്കിൽ ഇങ്ങനത്തെ പ്രിന്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. പെട്ടെന്ന് എടുത്തോളുക. ഇതിന്റെ ഓരോ ബണ്ടിൽസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ നമ്മൾ കുറച്ച് ബണ്ടിൽസ് ആണ് എടുക്കുള്ളൂ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ വന്നേക്കുന്നതാണ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു പുതിയ മെറ്റീരിയൽ നമ്മുടെ ചാനലിൽ. നോക്കൂ, ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതൊരു പീച്ച് കളറാണ്. ഒരു ഓറഞ്ചിഷ് പീച്ച് ഉണ്ടല്ലോ, ഒരു ഓറഞ്ച് കളർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു റസ്റ്റും ഒരു ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു റസ്റ്റ് ആൻഡ് ഓറഞ്ച് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളർ. അതിലേക്ക് ഇതാ മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു ബ്ലാക്ക് കളറിലുള്ള പ്രിന്റുകളാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് പോകുന്നത്. ഇങ്ങനെ വനസ്പതി അജ്രക് പ്രിന്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഡിസൈൻ പോകുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. അതിന്റെ ഓരോ കളേഴ്സ് ആണ് ഇനി വരുന്നത്. അതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു ബേജ് കളറാണ്. ബേജ് കളറിലേക്ക് കഷിഷ് കളറും അതുകൊണ്ട് മസ്റ്റർഡ് യെല്ലോ കളറിലുള്ള പ്രിന്റുകൾ, അജ്രക് പ്രിന്റ് ആണ് പോകുന്നത്. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഈ സെയിം പ്രിന്റിൽ തന്നെ നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു. എല്ലാം അടിപൊളിയാണ് കേട്ടോ. എല്ലാ പ്രിന്റും അടിപൊളിയാണ്. ഇതിന്റെ കളേഴ്സും അടിപൊളിയാണ്. ബേജ് കളറിലേക്ക് ഒരു ഗോൾഡൻ ബേജ് ആണ്, ഒരു ചെറിയൊരു ഗോൾഡന്റെ ടിൻറ്റും കൂടെ ഉള്ളൊരു ബേജ് കളർ. നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത്, ഇതിലേക്ക് വരുന്നത് ഒരു ബ്ലൂ ആണ്, ഒരു വൈറ്റ്, ഒരു ബേജ് കളറിൽ ഈ ബ്ലൂവിന്റെ കളർ പിടിച്ച പോലത്തെ ഉള്ള ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളറാണ് ഇത് വരുന്നത്. ബേസ് കളർ വരുന്നത് ഒരു ബേജും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരും. അപ്പോൾ അത് ഒരു കളർ പിടിച്ച ഒരു ഡുവൽ ഷെയ്ഡ് പോലെയാണ് വരുന്നത്. ഒരു നമ്മൾ ടൈ ആൻഡ് ഡൈ ചെയ്യുമ്പോൾ ഉള്ളൊരു കളർ ഉണ്ടല്ലോ, അതുപോലെ ഒരു എഫക്റ്റ് പോലെയാണ് വരുന്നത്. അതിലേക്ക് ഇതാ ഡാർക്ക് ബ്ലൂവും അതുപോലെ ബ്ലാക്കും മസ്റ്റർഡ് യെല്ലോ കളറിലും ഉള്ള പ്രിന്റാണ് വരുന്നത്. വനസ്പതി അജ്രക് പ്രിന്റ് ഇങ്ങനെ വരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു ബ്ലൂ ബോട്ടമിന്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുപ്പട്ട വേണ്ടവർക്ക് വേണമെങ്കിൽ ഇടാം, അല്ലാത്തവർക്ക് കുർത്തി പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ.
നല്ലൊരു ഫാബ്രിക്കാണ്. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കെല്ലാം ഒരു പിസ്ത ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ ആണ് ബേസ് കളർ വരുന്നത്. അതിലേക്ക് ഗ്രീൻ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും, പേസ്റ്റൽ ഗ്രീനും അതുപോലെ ലീഫ് ഗ്രീനും കൂടെയാണ് ബ്ലെൻഡ് വരുന്നത്. സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ വരുന്നത്. ഇതിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് 535 ആണ്. 535 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യോർ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ വനസ്പതി അജ്രക് പ്രിന്റ് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ 4 ഷെയ്ഡ്സ് ആണ് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഓറഞ്ച് റസ്റ്റ് ടോൺ ആണ്. ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് ഈ ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീൻ, ഒരു പിസ്ത ഗ്രീൻ കളറിലേക്ക് അതുകൊണ്ട് ഒരു ബേജ്, ഒരു ഗോൾഡനിഷ് ബേജ് കളർ വരുന്നു. ആൻഡ് ഫോർത്ത് കളർ ഇസ് ബ്ലൂ. ഈ 4 ഷെയ്ഡ്സിലാണ് ഈ ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു കളർ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു കളർ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഇനി അതിന് കളേഴ്സ് കൊണ്ടുവരുവാണെങ്കിൽ കമ്മിങ് ഡേയ്സിൽ നമ്മൾ കൊണ്ടുവരാം. ഇതിൻ്റെ എല്ലാ റീസ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കിട്ടിയില്ലാന്നോർത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, നമ്മൾ ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഇത് വരുന്നത് ലീഫ് ഡിസൈൻ ആണ്. ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് വീക്കിലെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുള്ളൂ ഫാബ്രിക്. ലീഫിൻ്റെ ഡിസൈൻ വരുന്നു. ഇതും ഗ്രീൻ കളർ തന്നെയാണ്. പേസ്റ്റൽ ഗ്രീൻ കളറിലേക്ക് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ലീഫ് ഡിസൈൻ പോകുന്നത്. പ്യോർ മൊഡാൽ സിൽക്ക് ഫാബ്രിക് ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. മീറ്റർ പ്രൈസ് വരുന്നത് 535. നെക്സ്റ്റ് ഡിസൈൻ നമ്പർ 3 ആണ്. അതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഓറഞ്ച്, ഇതൊരു മറ്റേനേക്കാളും ലൈറ്റ് ഓറഞ്ച് ആട്ടോ. ഓറഞ്ച് തന്നെ ഒരു പീച്ചിഷ് ഓറഞ്ച് ആണ്. മറ്റൊരു റസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു പീച്ചിഷ് ഓറഞ്ച്, ഒരു ലൈറ്റ് ഒരു ഓറഞ്ച്, നല്ല രസമുള്ള പേസ്റ്റൽ ഓറഞ്ച്, അങ്ങനത്തെ ഒരു കളറാണ്. അതിലേക്ക് ഇത് ഡിസൈൻ അതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഡിസൈനിൽ. ഇങ്ങനെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്, സെക്കൻഡ് ഷെയ്ഡ് വരുന്നൊരു ഗോൾഡനിഷ് ബേജ് കളറാണ്. ആൻഡ് തേർഡ് ഡിസൈൻ കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ. ഈ 3 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ പറയുവാണെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് ആണ്. അതിലേക്ക് എന്തൊക്കെയോ ഒരു ടൈപ്പ് ഡിസൈൻ, അതിൻ്റെ സീഡും ഫ്ലവറും എല്ലാം കൂടെ ആയിട്ടുള്ള, ലീഫും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇതിലേക്കും മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഒരു ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷനിലാണ് പ്രിന്റ് വരുന്നത്. ബേസ് കളർ വരുന്ന ഒരു പീച്ച് കളറാണ്. അതിലേക്കൊരു പേസ്റ്റൽ ഓറഞ്ച് കളറും മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള പ്രിന്റ് വരുന്നു. സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഒരു ഗോൾഡനിഷ് ബേജ് കളറാണ്. ബേജ് കളറിലേക്ക് ഇത് കഷിഷ് കളറിലും അതുപോലെ മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഒരു കഷിഷിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണലിലും കൂടെ ആയിട്ടുള്ളൊരു പ്രിന്റിംഗ് ആണ് പോകുന്നത്. ഒരു കോഫി ബ്രൗൺ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇതേ എന്നാ രസമുള്ള കളറാണോ, കളർ കോമ്പിനേഷൻ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ഇതിൽ ഏതെടുക്കും എന്നല്ല ഇപ്പം കൺഫ്യൂഷൻ. എല്ലാ പ്രിന്റും എല്ലാ കളേഴ്സും അടിപൊളിയാണ്. അടുത്ത കളറ് പേസ്റ്റൽ ഗ്രീൻ ആണ്. പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇതിലേക്കൊരു ഓഷ്യൻ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഒരു കളറും കൂടെയാണ് കേട്ടോ. ബ്ലെൻഡ് ആണ് ഇതിനകത്തേക്ക്. അതിലേക്ക് ഡാർക്ക് ഗ്രീനും ബ്ലാക്ക് കളറിലുമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഫ്ലോറൽ പ്രിന്റിൽ ഡിസൈൻ പോകുന്നത്. നല്ല കളറ്, എല്ലാം നല്ല കളേഴ്സാണ്. ഒരെണ്ണം പോലും മാറ്റി വയ്ക്കാനില്ല. പ്രിന്റ് തിരിഞ്ഞു ആയിരുന്നു. എല്ലാ പ്രിന്റും നല്ല ആട്ടോ. ഇതിൽ ഏതെങ്കിലും പ്രിന്റ് എടുത്താലും കുഴപ്പമില്ല. കളറ് നിങ്ങൾക്ക് ഏതാ പ്രിഫറൻസ് എന്ന് വെച്ചാൽ എല്ലാ പ്രിന്റും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ഒരു മൊഡാൽ സിൽക്ക് ആണെന്ന് ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് മൊഡാൽ സിൽക്ക് ആണോ എന്ന് തോന്നുന്ന ടൈപ്പ് ഒരു പ്രിന്റിംഗ് ആണ്. കാരണം ഇങ്ങനത്തെ പ്രിന്റ് അധികം കണ്ടിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും ഡാർക്ക് അജ്രക് പ്രിന്റിന്റെ കളേഴ്സ് അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 3 ഷെയ്ഡ്സ് ആണ് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അടുത്ത ഡിസൈൻ വരുന്നത് ഇത് കാണാം. ഇത് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈനിലേക്ക് ഇങ്ങനെ ഇത് ഒരു കഷിഷ് കഷിഷ് ആൻഡ് ഒരു മസ്റ്റേർഡ് യെല്ലോ ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. ബേസ് കളർ വരുന്നത് ഒരു ഗോൾഡനിഷ് ബേജ് ടോൺ ആണ്. ഒരു ബേജ് കളറാണ്. ബേജ് കളറിലേക്ക് ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രിന്റ്. ഇതിൻ്റെ 4 ഷെയ്ഡ്സ് ആണ്.
ഫസ്റ്റ് വൺ വരുന്നത് ഈ ബേജ് കളറാണ്. നമ്മൾ എല്ലാ കളേഴ്സും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ. തേർഡ് ഷെയ്ഡ് വരുന്നത് ഈ ഗ്രീൻ. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഓറഞ്ച്, ഒരു റസ്റ്റ് കളറും ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറ്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. റൗണ്ട് കളറിൽ റൗണ്ട് ഇങ്ങനെ ഡിസൈനായിട്ട് വന്നിട്ട് വലിയ ഫ്ലോറൽ പ്രിന്റ്. ഇത് കോഫി ബ്രൗൺ ബോട്ടമിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം കേട്ടോ. ഇത് പോകുന്ന കോഫി ബ്രൗണും മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു പീച്ച്, ഒരു ഓറഞ്ചിഷ് പീച്ച് കളറാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ഓറഞ്ചായിട്ടൊക്കെ ചെയ്യുമായിരിക്കും നല്ലത്. നല്ല രസമുണ്ട് കാണാൻ. 535 ആണ് പെർ മീറ്റർ റേറ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്, ഗ്രീൻ കളർ. പേസ്റ്റൽ ഗ്രീൻ കളറിലേക്ക് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് കരിപ്പച്ച കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലും അങ്ങനെ ഗ്രീൻ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീനിലുള്ള പ്രിൻ്റാണ് പോകുന്നത്, ഫ്ലോറൽ പ്രിന്റ്. ഇങ്ങനെയാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലൂ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൂവിൽ ഡാർക്ക് കളറിലുള്ള ബ്ലൂവും അതുപോലെ ബ്ലാക്കും ഡാർക്ക് മസ്റ്റർഡ് യെല്ലോ, ഒരു ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ കളറിലാണ് ഇതിൻ്റെ പ്രിന്റിൻ്റെ ഇത് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലേക്ക് ടൈ ആൻഡ് ഡൈ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളർ ബേസ്ഡ് കളറിലേക്ക്, അല്ലെങ്കിൽ ഗ്രീൻ ഇങ്ങനെ സ്പ്രെഡ് ആയേക്കുന്ന പോലെയുള്ള ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പ്രിന്റിങ് വന്നേക്കുന്നത്. അത് അങ്ങനെയാണ് കേട്ടോ. അത് അതിൻ്റെ ഫാബ്രിക് അങ്ങനെയാണ്. ഇങ്ങനെയാണ് കളറ്. ഇതൊക്കെ ബ്ലൂവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ദുപ്പട്ടയും കാണുമായിരിക്കും. ഈ ബ്ലൂ കളറിലൊക്കെ അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് കുർത്തി ഇട്ടിട്ടാലും അടിപൊളിയായിരിക്കും. അടുത്ത കളറ് ഇതാണ്, ബേജ് കളർ. ഒരു ഗോൾഡൻ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഗോൾഡനിഷ് ബേജ് അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു കളറിലേക്ക് ഇത് കഷിഷ് കളറും മസ്റ്റർഡ് യെല്ലോ കളറും. ഇതൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനെ ആയിരുന്നു. 535 പെർ മീറ്റർ, പ്യുർ മോഡാൾ സിൽക്ക് ഫാബ്രിക്. ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിൾ. ഫസ്റ്റ് വൺ വരുന്ന ഒരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ. പേസ്റ്റൽ ഗ്രീനിലേക്ക് ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലും ഒരു ടൈപ്പ് ഓഫ് ഒരു ഗ്രീൻ, 3 ടൈപ്പ് ഗ്രീനാണ് ഇതിൽ വരുന്നത്. ഒന്ന് പേസ്റ്റൽ, ഒരു പിസ്ത ഗ്രീനും, പിന്നെ ഒരു ലീഫ് ഗ്രീനും, പിന്നെ ഒരു ഓഷൻ ഗ്രീനും. അങ്ങനെ 3 ടൈപ്പിലുള്ള ഗ്രീൻ ബ്ലെൻഡായിട്ട് വരുന്നു. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ പ്രിന്റ്. അതിൻ്റെ 2 ഷെയ്ഡ്സും കൂടെ ഉണ്ട്. ഈ ഒരു ഓറഞ്ച്, പേസ്റ്റൽ ഓറഞ്ചും, പിന്നെ ഈ ഒരു ബേജ് കളർ, ഒരു കാഷിഷ് കളറും ബേജ് കളറും കൊണ്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ഈ ഒരു കളറും. ഈ 3 ഷെയ്ഡ്സ് ആണുള്ളത്. ഇത് കാണിക്കാം ഓപ്പൺ ചെയ്ത്. ഇതാണ് പ്രിന്റ്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. അടുത്ത കളർ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കോഫി ബ്രൗൺ, ഇതിലേക്ക് കോഫി ബ്രൗൺ കളറും മസ്റ്റർഡ് യെല്ലോയും അതുതന്നെ ഒരു പീച്ചിഷ് ഓറഞ്ച് കളറും കൂടെയാണ് ഇതിൻ്റെ ഡിസൈനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കോഫി ബ്രൗണിൻ്റെ ബോട്ടമിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഓറഞ്ച് എടുത്ത് നിൽക്കും, കളറേ എടുത്ത് കാണിക്കുകയും ചെയ്യും. ടോപ്പിൻ്റെ ഫാബ്രിക് നന്നായിട്ട് എടുത്ത് വെക്കും. ഒരു കോഫി ബ്രൗൺ മതി ഇതിന്. സെയിം കളർ ഇട്ടുണ്ടെങ്കിൽ സെയിം കളർ ഇടാം കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ്, ബേജ് കളറിലേക്ക് ഇതാ കഷിഷ് കളർ, ഒരു കോഫിയുടെ ലൈറ്റ് കളർ ഉണ്ടല്ലോ കഷിഷ് കളർ, അതും മസ്റ്റർഡ് യെല്ലോ കളറും കൂടെയാണ്. ഇങ്ങനെ വരുന്നു. ഇതും ഒരു ഈ ഒരു കഷിഷ് കളറിലുള്ളൊരു ബോട്ടം, ഒരു കോഫി ബ്രൗണിൻ്റെ ലൈറ്റ് കളർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം ആ ഒരു കളറാണല്ലോ കൂടുതലും കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ഭംഗി. 535 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യുർ വനസ്പതി അജ്രക് പ്രിന്റ് ആണ്, ഹാൻഡ് വർക്ക് പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഈ പ്രിന്റിങ്ങിന് പറയുന്നത് വനസ്പതി അജ്രക് പ്രിന്റ് എന്നാണ്. അജ്രക്കിന്റെ തന്നെയാണ് പ്രിന്റ് വരുന്നത്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ എൻക്വയറി ഇടുമ്പോൾ നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഓർഡേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടവും. നമുക്കിത് ഓർഡർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ചിലർ വന്നിട്ട് അവൈലബിലിറ്റി ചോദിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
എത്ര മീറ്റർ വേണം എന്നുള്ളത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ 2.50 മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. അപ്പോൾ അവൈലബിലിറ്റി ചുമ്മാ വന്നിട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ ആണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ചിലർക്ക് 3 മീറ്റർ ആയിരിക്കും, ചിലർക്ക് 2 മീറ്റർ മതി, ചിലർക്ക് 1 മീറ്റർ ആയിരിക്കും. 2.5 ആണ് കൂടുതലും എടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല, പല കട്ടുകളാണ് നമുക്ക് ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അവൈലബിലിറ്റി ചോദിക്കുമ്പോൾ ഇത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് ചോദിച്ചിട്ട് പോയിട്ട് എത്ര മീറ്റർ ആണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും, പിന്നെ അത് എത്രയാണെന്ന് പറയാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നമ്മൾ ഈ വാട്സപ്പ് ത്രൂ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് റിപ്ലൈ തരിക. ഓർഡർ എടുക്കുമ്പോൾ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകട്ടോ. ചിലപ്പോഴൊക്കെ മിക്കപ്പോഴും എനിക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടില്ല അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എല്ലാം കൺഫേം ആക്കി എല്ലാ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പാക്ക് ചെയ്ത് ധൃതി പിടിച്ച് പാക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ആൾ അഡ്രസ്സ് അയച്ചിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചൊക്കെ അഡ്രസ്സ് ചോദിക്കുന്നവരുണ്ട്. പിൻകോഡും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഫുൾ അഡ്രസ്സും അതുപോലെ തന്നെ DTDC വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ നിങ്ങൾക്ക് അയച്ചു തരേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു 10 മീറ്ററിൻ്റെ കട്ടായിട്ടാണ് ഈ മെറ്റീരിയൽസ് എല്ലാം വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് കുട്ടികൾ വരുന്ന എല്ലാം 10 മീറ്ററാണ്. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി അതുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ എളുപ്പത്തിനാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കൺഫേം ആക്കിയിട്ട് പേയ്മെൻറ്റും ചെയ്തിട്ട് പോവുക. ഇനി കുറച്ച് റീസ്റ്റോക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണിക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന കോട്ടൺ. ഇതില്ലാത്ത വീഡിയോ നമുക്കില്ല. ഈ പ്രാവശ്യം പുതിയതായിട്ട് ഒരെണ്ണം ഉള്ളൂ, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വരുന്നതാ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഫാബ്രിക്. ഇതിന് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടാവും എനിക്കറിയാം. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്, നല്ല രസമില്ല ഇതിന് തയ്ച്ചിട്ടിട്ട്. കോളറിനൊക്കെ കൊടുത്തിട്ട് ഇതൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് സ്ട്രൈപ്സ് വരുമ്പോൾ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈപ്സ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നാണ്. പക്ഷേ ഇത് നല്ല രസമാട്ടോ. ഇത് ടോപ്പ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എലഗൻറ്റ് ഒരു റിച്ച് ലുക്ക് ഉണ്ട് ഇതിട്ടിട്ട്. ഒരു വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പിങ്കോ ഈ ഒരു ബ്ലൂഷ് ഗ്രേ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ വൈറ്റ് ആ ഒരു കുറച്ചധികം നിൽക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ഇട്ടാലും ഇപ്പം ഞാൻ ആദ്യം ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇട്ടാലും ഭംഗിക്കുറവൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ ബോട്ടം സെറ്റ് ചെയ്യാനുള്ള ഫാബ്രിക്കും കൊണ്ട് കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഫാബ്രിക്കാണ്. ഈ സെയിം കളർ കോമ്പിനേഷനിലേക്ക് തന്നെ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണ്, കോഡ് സെറ്റ് ഒരേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അല്ല 220 പെർ മീറ്റർ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, ടോപ്പിനും ബോട്ടമിനും കൂടെ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്താലും വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ ചെയ്താലും നല്ലതാണ്. ഞാൻ ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് ബോട്ടം കൂടി ചെയ്ത് തരില്ല എന്ന് പറഞ്ഞവർ. അപ്പം ടോപ്പ് എന്നാൽ പെട്ടെന്ന് ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ ടോപ്പ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യിച്ചെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വൈറ്റിൻ്റെ കൂടെ ഇട്ടപ്പോൾ നല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഫാബ്രിക് നമ്മുടെ കയ്യിൽ കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. ഈ എല്ലാ ഫാബ്രിക്സും പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് വരികയും ചെയ്യും കേട്ടോ ഈ ഒരു ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ടോപ്പ് ഫാബ്രിക് വരുന്നത്. 220 പെർ മീറ്റർ ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് കൊണ്ട് വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഇതും റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റാണ്. ഇതിന് ഒരുപാട് പേര് വെയിറ്റിംഗ് ആട്ടോ. പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ. ഗ്രീൻ റെഡ് കളറിലേക്ക് ഗ്രീൻ കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ പോകുന്നു കോട്ടൺ ഫാബ്രിക്കിൽ. ഇതും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമുള്ള ഫാബ്രിക് ആട്ടോ. ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിലൊക്കെ ചെയ്യാനും പറ്റിയ ഫാബ്രിക്കാണ്. 220 പെർ മീറ്റർ. നെക്സ്റ്റ് വരുന്നതും റീസ്റ്റോക്ഡ് ഐറ്റം ആണ്. ഇത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെ ഇങ്ങനത്തെ ദാബു പ്രിന്റ് വരുന്ന കളക്ഷനാണ്. ഇതൊരു ബ്രിക്ക് റെഡ് ആണല്ല, ഡാർക്ക് ബ്രിക്ക് റെഡ് കളറാണ്. അതിലേക്കൊരു ബേജ് കളറിലുള്ള അങ്ങനത്തെ കലങ്കാരി പ്രിന്റിനോട് സാമ്യമുള്ളതിന് ദാബു പ്രിന്റ് എന്നാണ് പറയുന്നത്. അടിപൊളി കളറാട്ടോ. ഒരു ബ്ലാക്ക് ബോട്ടോ ബേജ് ബോട്ടോ ഒന്നും ഇല്ലാത്തവരാരും കാണൂല. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ ഫാബ്രിക്കാണ്. അതിൻ്റെ ഈ സെയിം ഡിസൈനിൻ്റെ തന്നെ 3 കളേഴ്സാണ്. ഇത് ബ്രിക്ക് റെഡ്, പിന്നെ യെല്ലോ. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഓപ്പൺ ചെയ്തേക്കാം. പുതുതായിട്ട് കാണുന്നവർ കാണട്ടെ. യെല്ലോ, പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ്.
ബ്ലാക്കിലും ബേജ് ആൻഡ് ഒരു മെറൂൺ കളറിലുള്ള ലൈൻസ് ആണ് പോകുന്നത്. ബ്ലാക്ക് 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഡാബോ പ്രിന്റ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെ വരുന്നു. കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ 2 ഷെയ്ഡ്സ് ആണ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു യെല്ലോയും അതുപോലെ ഒരു പീച്ച് ഷെയ്ഡും 2 ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ വേറെ ഡിസൈൻസിലൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോ കളറിൽ എന്ത് ഭംഗിയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു റെസ്പോൺസും നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് എനിക്ക്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ. ഇത് വരുന്നത് മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിനകത്ത് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ നമുക്ക് നമ്മൾ സ്റ്റൈലിങ് ചെയ്യുന്ന പോലെ ഇരിക്കും. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഒക്കേഷനും നമുക്ക് ഇടാം. സിനിമയ്ക്ക് പോകുമ്പോഴോ മാളിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക്, കാരണം ഭയങ്കര ഹെവിയും അല്ല സിമ്പിളും അല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ഫാബ്രിക്. ഏത് ഏജിലുള്ളവർക്കും ഇടാനും പറ്റും കേട്ടോ. എല്ലാ ഏജിലും എൻ്റെ ഏജിലുള്ളവർക്കും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ, കാരണം സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പക്ഷെ ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ? ആ സീക്വൻസിൻ്റെ വർക്കൊന്നും കാണുന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആണ് ആ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്നത്. ഭയങ്കരമായിട്ടല്ല, ഒരു ചെറിയ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട്. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് പീച്ച് കളറ്. ഇതാ നല്ല രസമുള്ളൊരു പീച്ച് കളറാണ്. ഒരു സട്ടിലായിട്ടുള്ള കളേഴ്സാണ് രണ്ടും. ഇങ്ങനെ വരുന്നു. നല്ല രസമല്ലേ കാണാൻ? ആ ഒരു വർക്കും വൈറ്റ് ബോട്ടം ദുപ്പട്ട ഇല്ലാത്ത ആരും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് വൈറ്റ് ഡയബിൾ ദുപ്പട്ട നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ മീറ്റർ പ്രൈസ് പറഞ്ഞാൽ 360 പെർ മീറ്റർ ആണ് കേട്ടോ. ഈ പീച്ചിൻ്റെ യെല്ലോയുടെയും മീറ്റർ പ്രൈസ് 360 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഈ ദുപ്പട്ട ഡയബിൾ ദുപ്പട്ട നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ദുപ്പട്ടയായിട്ടോ ഡൈ ചെയ്ത് ഏത് ഷെയ്ഡിലേക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് വരുന്നത് 2 സൈഡിലായിട്ട് ഈ 2 സൈഡിലായിട്ട് ചെറിയ ലേസാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ എൻഡിലായിട്ട് തിക്കായിട്ടുള്ള 2 എൻഡിലായിട്ട് ഇങ്ങനത്തെ തിക്കായിട്ടുള്ള ലേസും കൂടെ ആയിട്ടാണ് വരുന്നത്. ഡയബിൾ ദുപ്പട്ടയാണ്. 595 ആണ്. നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നോർമൽ വൈറ്റ് ദുപ്പട്ട പോലെ ഇത് കമ്പയർ ചെയ്യരുത്. ഡയബിൾ ദുപ്പട്ടാസിന് 800 എബോ അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല. 595 ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ക്രോഷോ ലേസിൻ്റെ വർക്കാണ് കേട്ടോ. ഈ ക്രോഷോ ലേസിൻ്റെ വർക്കിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ട് പിന്നെ ഡൈബിളും ആണ്. ഡൈ പിടിക്കുന്ന മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. അതുകൊണ്ടാണ് സാധാ വൈറ്റ് ദുപ്പട്ടയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് വരുന്നത് വൈറ്റ് കളറിലുള്ള ഡയബിൾ ആയിട്ടുള്ള സാൻഡോൺ ഫാബ്രിക് ആണ്. ഇത് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട്. ബോട്ടം ഫാബ്രിക് ആണ്. 105 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 2 മീറ്റർ ആണ് നമ്മൾ നോർമലി എടുക്കുന്നത് ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നോർമലി ഒരു പെൻസിൽ പാൻറ് 2 മീറ്റർ ആണ്. പിന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് പിന്നെ ലൂസ് പലാസോ പോലെയൊക്കെ ചെയ്യണമെങ്കിൽ 2.25 മീറ്റർ ഒക്കെ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയബിളാണെങ്കിൽ 0.25 കൂടുതൽ എടുക്കണം കേട്ടോ. 2 മീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ 2.25 എടുക്കണം. ഇതാണ് ഡയബിൾ ഷാൻഡൂൺ ബോട്ടം ഫാബ്രിക്. ആൻഡ് ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഡയബിൾ ദുപ്പട്ട. ആൻഡ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ നല്ല കേട്ടോ. ഈ ഷെയ്ഡൊക്കെ ഒരേപോലെ ഡൈ ചെയ്തെടുത്തവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു സെയിം കളറിലേക്കൊക്കെ ബോട്ടവും ദുപ്പട്ടയും അതിൻ്റെ നമ്മൾ പൗഡർ ബ്ലൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഒരുപാട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയബിൾ ദുപ്പട്ട ഒരുപാട് ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലേ? ഈ 2 സൈഡിലും നമ്മളിങ്ങനെ ഇടുന്ന സൈഡിൽ ചെറുതാണ് ഡിസൈൻ ലേസ് വരുന്നത്. താഴെ എൻഡിലായിട്ടാണ് ഈ തിക്കായിട്ടുള്ള ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയ അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. മിസ് ചെയ്യാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.